കഴിഞ്ഞ മാസം 30-ാം തീയതി എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വലിയ സംശയം. ഈ സംശയം അദ്ദേഹം ചോദിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനൊന്നും നിന്നില്ല. ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് നേരെ ഒരു സ്ഥലത്തോട്ട് പോയി. ഞങ്ങളുടെ നാട്ടില് ഒരു തൊണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ തൊണ്ടി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് മുമ്പ് നിലമ്പൂരിലേക്ക് പോണ വഴിയാണ് വലിയൊരു വളവുണ്ട്. അതിന് തൊണ്ടി വളവ് എന്നാണ് പറയുക. ഈ തൊണ്ടി വളവിലുണ്ടല്ലോ എല്ലാ മാസവും 30-ാം തീയതി നടക്കുന്ന വലിയൊരു കലാപരിപാടി ഉണ്ട്. അപ്പൊ എൻ്റെ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളാണ്. 700-750 രൂപയൊക്കെയാണ് ഒരു ദിവസം കൂലി കിട്ടുക. അങ്ങനെയാണ് അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിച്ചത്. ഞാൻ നേരെ അദ്ദേഹത്തെ എൻ്റെ ബൈക്കിന്റെ പിറകിൽ കയറ്റിക്കൊണ്ട് നേരെ വിട്ടു. ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെ ഡീസന്റ് ആയിരുന്നു. അങ്ങനെ തൊണ്ടി വളവ് എത്തിയ സമയത്ത് രണ്ടാൾക്കാർ കൈ നീട്ടുകയാണ്. അപ്പൊ ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ സൈഡ് ഒതുക്കി. അപ്പോൾ ഒതുക്കിയ സമയത്ത് തന്നെ അതിലൊരു മാന്യനായിട്ടുള്ള ആള് വന്നിട്ട് പറഞ്ഞു, അറിയില്ലേ, നിയമത്തെക്കുറിച്ചൊന്നും അറിയില്ലേ നിങ്ങൾക്ക്, ഇറങ്ങി വാ രണ്ടാളും. അങ്ങനെ രണ്ടാളും ഇറങ്ങി ചെല്ലുന്നു. ഇറങ്ങി ചെന്ന ഉടനെ തന്നെ, എടോ തന്റെ ഹെൽമെറ്റ് എവിടെ എന്ന് ചോദിക്കുക. എന്നോടല്ല കേട്ടോ, എൻ്റെ സുഹൃത്തിനോടാണ്. ആ സുഹൃത്തിന്റെ സംശയം വലിയ സംശയമായിരുന്നു. ആ സംശയം അവിടെ മാറിക്കിട്ടി. അദ്ദേഹം നോക്കൂ, രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കഠിനാധ്വാനം ചെയ്തിട്ട് കിട്ടിയ 650 രൂപയുണ്ടായിരുന്നു. 100 രൂപയോളം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനും ചെലവായി. അതിൽ 500 രൂപ അവിടെ കൊടുക്കേണ്ടി വന്നു. അത് ആരെന്നറിയാമോ? കേരള പോലീസാ. കാരണം കേരള സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് നമ്മുടെ ഈ പോലീസ്. പാവം പിടിച്ച ആളുകളെ പിഴിഞ്ഞുകൊണ്ട്, നിയമലംഘനമാണ്, നമ്മളത് ഇങ്ങനെ പറയാനും പാടില്ല, അങ്ങനെ നിയമം ലംഘിച്ചതിന്റെ പേരിൽ 500 രൂപ ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് ഫൈനായിട്ട് ഈടാക്കി. അതിനുശേഷം ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സംശയം മാറിയോ നിങ്ങളുടേത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. എന്നാൽ ഇനി ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നേരെ ഞങ്ങൾ വിട്ടു. ഞങ്ങളുടെ അടുത്ത് ഒരു വലിയൊരു ഷോപ്പുണ്ട്. ഇന്ന് 2-3 വലിയ വലിയ കട റൂമൊക്കെ ആയിട്ടാണ് ഈ ഷോപ്പ് നടത്തുന്നത്. അതിൽ VIP ഷോപ്പ്, VIP റൂമായിട്ട് കൊടുക്കുന്നുണ്ട്, സപ്ലൈ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല സാധാരണക്കാർക്കുള്ള സാധാരണ കൗണ്ടർ താഴെയുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. പോയ സമയത്താണ് അവിടെ എന്നെ കണ്ടപ്പോൾ എന്നോട് പരിചയമുള്ള ഒരുപാട് ആളുകളൊക്കെ തല താഴ്ത്തിയിട്ടൊക്കെ തല പൊക്കിയിട്ടും ഹെൽമെറ്റ് വെച്ചൊക്കെ ആളുകൾ പോകുന്നു. എന്തായാലും ഈ പോകുന്ന ആളുകളൊക്കെ മടങ്ങി വരുമ്പോൾ വലിയൊരു ഗിഫ്റ്റ് ഇവിടെ തിരികിയിട്ടൊക്കെ വരുന്നത്. അങ്ങനെ ആ വരുന്ന കൂട്ടക്കാരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നോക്കൂ, രാവിലെ 8 മണി മുതൽ പണിയെടുത്തിട്ട് അവർക്ക് കിട്ടുന്ന 600-700 ആ കൂലി ഉണ്ടല്ലോ, ആ കൂലി നേരെ കൊണ്ടു കൊടുക്കുകയാണ് ഈ വലിയ ഷോപ്പിംഗ് മാൾ പോലെയുള്ള സ്ഥാപനത്തിന്റെ പേര് ബീവറേജസ് കോർപ്പറേഷൻ എന്നാ. ഇവരും അതെ, നമ്മുടെ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന 2 വിഭാഗത്തിൽപ്പെട്ട വലിയൊരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ് ഈ മദ്യശാല. ഈ മദ്യശാലയിൽ രാവന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന എല്ലാ രൂപയും ഇവിടെ കൊടുത്തുകൊണ്ട് ഈ പാവങ്ങൾ ഇത്തരത്തിൽ പൈസ അവിടെ കൊടുത്ത് കൊണ്ടുപോകുന്ന ആ ഗിഫ്റ്റ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന ആ ദേഹോപദ്രവം, സ്ത്രീകളായാലും കുട്ടികളായാലും അവരോടൊക്കെ കാട്ടിക്കൂട്ടുന്നതിന്റെ ദുഷ്ട വാർത്തകൾ നമ്മളെല്ലാം കേൾക്കുന്നതാണ്. ഈ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ സംശയം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സർ മനസ്സിലായി സർ, എൻ്റെ സംശയം മാറി സർ. നോക്കൂ, ഇവിടെയാണ് പണം ഉണ്ടാക്കാനാണോ അതല്ലെങ്കിൽ സമ്പാദിക്കാനാണോ എളുപ്പം, ചിലവഴിക്കാനാണോ എളുപ്പം എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു എൻ്റെ സുഹൃത്തിന് ഞാൻ കാട്ടിക്കൊടുത്ത ഈ 2 കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചിന്തിക്കൂ, പണം ഉണ്ടാക്കാനാണോ സമ്പാദിക്കാനാണോ ചിലവഴിക്കാനാണോ എളുപ്പം എന്നുള്ളത്. നന്ദി, നമസ്കാരം.